നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സ്വന്തം ഭർത്താവ് നടു റോഡിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയിട്ടും എരിഞ്ഞടങ്ങാത്ത നിശ്ചയദാർഢ്യത്തിന്റെ പേരാണ് അഡ്വക്കേറ്റ് ഐശ്വര്യ അശോകൻ. 1.5 വർഷം മുമ്പ് ശരീരത്തിനേറ്റ 40% പൊള്ളലുമായി 2 മാസത്തിലേറെ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞ ഈ 27-കാരി ഇന്ന് കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകയാണ്. കഴിഞ്ഞ ദിവസം MG യൂണിവേഴ്സിറ്റിയുടെ LLM പരീക്ഷാ ഫലം പുറത്തു വന്നപ്പോൾ ഫസ്റ്റ് ക്ലാസ് നേടിയാണ് ഈ യുവതി പാസ്സായത്. ശരീരം വെന്ത് നീറിയപ്പോഴും പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കാതെ നേടിയ വിജയമാണിത്. ഇടയ്ക്കോട് പുതുശ്ശേരി കോണം അക്ഷയയിൽ K അശോകിന്റെയും V ഷാലിജയുടെയും മകളാണ് ഐശ്വര്യ. 2022 ഡിസംബർ 17-ന് ഗാർഹിക പീഡന കേസിൽ കോടതിയിൽ ഹാജരായി സ്കൂട്ടറിൽ മടങ്ങുമ്പോഴാണ് നടു റോഡിൽ വെച്ച് ഐശ്വര്യയുടെ നേർക്ക് ഭർത്താവിന്റെ ആക്രമണം നടന്നത്. ബൈക്കിൽ പിന്തുടർന്നെത്തിയ ഭർത്താവ് അഖിൽരാജ് നെടുവത്തൂർ അഗ്രോ ജംഗ്ഷന് സമീപം ഐശ്വര്യയെ തടഞ്ഞു നിർത്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ആക്രമണത്തിന് പിന്നാലെ സംഭവ സ്ഥലത്ത് ഓടിയെത്തിയ നാട്ടുകാരാണ് ഐശ്വര്യ അന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കൊല്ലം SN ലോ കോളേജിൽ LLBക്ക് പഠിക്കുമ്പോൾ 2016-ലാണ് കൊട്ടാരക്കര സ്വദേശി അഖിൽരാജുമായുള്ള വിവാഹം. 2019-ൽ മകൻ A ആദിശ്വറിന് 1.5 വയസ്സുള്ളപ്പോൾ ഇരുവരും അകന്നു. തുടർന്ന് ഐശ്വര്യ സ്വന്തം വീട്ടിലേക്ക് മാറി. 2020-ൽ LLB പാസ്സായ ശേഷം കൊട്ടാരക്കര കോടതിയിൽ പ്രാക്ടീസ് തുടങ്ങി. പിന്നീട് 2021-ലാണ് ഐശ്വര്യ LLMന് ചേർന്നത്. സെക്കൻഡ് സെമിസ്റ്ററിൽ പഠിക്കുമ്പോഴാണ് ഐശ്വര്യയ്ക്ക് ഭർത്താവിന്റെ ഈ ക്രൂരത നേരിടേണ്ടി വന്നത്. തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെ കഴിഞ്ഞ് 5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഐശ്വര്യ പിന്നീട് ആലുവയിലെ ഭാരത് മാതാ സ്കൂൾ ഓഫ് ലിമിറ്റഡ് സ്റ്റഡീസിലേക്ക് എത്തുന്നത്. അധ്യാപകരും കൂട്ടുകാരും വീട്ടുകാരും അഭിഭാഷകരും മുൻ MLA P ആയിഷ പോറ്റിയും ഉൾപ്പെടെ നിരവധി പേർ തനിക്ക് ധൈര്യം പകർന്ന് ഒപ്പമുണ്ടായിരുന്നുവെന്ന് ഐശ്വര്യ പറയുന്നു. തോൽക്കാൻ മനസ്സനുവദിച്ചില്ലെന്നും പ്രതിസന്ധിയിൽ തന്നെ പിന്തുണച്ച എല്ലാവർക്കും ഈ വിജയം സമർപ്പിക്കുന്നുവെന്നും അഡ്വക്കേറ്റ് ഐശ്വര്യ അശോകൻ പറഞ്ഞു.